നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അസോസിയേഷന്റെ പെൻഷൻ പരിഷ്കരണ ദിനാചരണം. നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗവും. ചെർപ്പളശ്ശേരിയിൽ പാതയോരത്ത് വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി. 60 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെർപ്പളശ്ശേരി പാലക്കാട് റോഡിലെ മില്ലുംപടിയിൽ. നഗരപ്രദേശത്ത് സമീപ ദിവസങ്ങളിലായി കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് രണ്ടാം തവണ. മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ സൂചനയെന്ന് എക്സൈസ്. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ദേശമംഗലം ചെങ്ങണാങ്കുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. റിട്ടയർഡ് BSNL ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെ മരണശേഷം താമസിച്ചിരുന്നത് ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പം. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂകൃഷിക്ക് തുടക്കം. 1,00,000 ലക്ഷം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടു. പൂകൃഷിക്കൊപ്പം പച്ചക്കറി കൃഷി. വാർത്തകൾ വിശദമായി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി അസോസിയേഷൻ ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക. ക്ഷാമാശ്വാസം 5 ഗഡു അനുവദിക്കുക. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക. മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചത്. ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രകടനത്തിൽ ഷൊർണൂർ, വാണിയംകുളം, ചളവറ, അനങ്ങനടി മണ്ഡലങ്ങളിലെ അംഗങ്ങൾ പങ്കെടുത്തു. വിശദീകരണ യോഗം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഇവിടെയുള്ള നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിന് പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിയായ രീതിയിലാണെങ്കിൽ അത് ഉണ്ടായതെങ്ങനെ ഇവരുടെ എല്ലാം കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. നാം ഇവിടെ കാണുന്നതാണ് ഏതെല്ലാം മേഖലയിലാണ് ധൂർത്തുകൾ, എത്ര ധൂർത്തുകൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ സാമ്പത്തിക കെടുകാര്യസ്ഥത, ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു പ്ലാൻ ഇല്ല. മണ്ഡലം പ്രസിഡന്റ് NM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VKP വിജയനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ നേതാക്കളായ KT വേണുഗോപാലൻ, അജിത് മാസ്റ്റർ, ME രാധാകൃഷ്ണദാസ്, KM പത്മകുമാർ, P വാസുദേവൻ, മുരളി മാസ്റ്റർ, K ശിവപ്രകാശൻ മാസ്റ്റർ, PP ഇന്ദിരാദേവി ടീച്ചർ, P ബാലചന്ദ്രൻ, മുംതാസ് ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. നിയോജകമണ്ഡലം ട്രഷറർ PV രാമകൃഷ്ണൻ സ്വാഗതവും മണ്ഡലം സെക്രട്ടറി M ജയരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെർപ്പളശ്ശേരിയിൽ വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി. ചെർപ്പളശ്ശേരി പാലക്കാട് റോഡിൽ മില്ലുംപടി ഭാഗത്താണ് 60 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സമീപ ദിവസങ്ങളിൽ ഇത് രണ്ടാം തവണയാണ് ചെർപ്പളശ്ശേരിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മില്ലുംപടി ഭാഗത്ത് 60 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സമീപ ദിവസങ്ങളിലായി രണ്ടാം തവണയാണ് ചെർപ്പളശ്ശേരി ഭാഗത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത്. യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇതെന്നും വരും ദിവസങ്ങളിൽ ലഹരിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. നഗരമധ്യത്തിലെ AKG റോഡിലാണ് മറ്റ് പാഴ്ചെടികൾക്കിടയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംശയം തോന്നിയ യുവാക്കൾ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ചെർപ്പളശ്ശേരി റേഞ്ച് എക്സൈസ് അധികൃതർ ഈ ചെടി നശിപ്പിച്ചു. അതെ 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 ഈ ചെറുപ്പക്കാര് കൂടിയിരുന്ന് വലിച്ചിട്ട് ഇതിന്റെ കുരു വീഴുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായത് പൊളിക്കുന്നത്. അല്ലാതെ ഇത് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതുവരെ ഇവിടെ ആരും കൃഷി ചെയ്തതായിട്ട് ഇതുവരെ ഒരു അറിവ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ സംഭവം നടക്കാറുണ്ട്.
ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട വീട്ടുകാരും ഈ കൗമാരപ്രായത്തിലുള്ള പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെവിടെ പോകുന്നോ എന്ത് ചെയ്യുന്നു ഒന്ന് തിരക്കേണ്ട ബാധ്യത അവർക്കൂടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം പുരോഗമിച്ചു വരുന്നതിനിടെയാണ് 60 സെന്റിമീറ്റർ നീളമുള്ള മറ്റൊരു കഞ്ചാവ് ചെടി കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിലെ മില്ലുംപടി ഭാഗത്താണ് ഇപ്പോൾ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം ദേശമംഗലം ചെങ്ങണാകുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി. ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ 77 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വയോധികനായ ഉണ്ണികൃഷ്ണൻ ശനിയാഴ്ച വൈകിട്ട് കൊച്ചി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. പ്രദേശത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇക്കാര്യം ചെറുതുരുത്തി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്താനായത്. ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ് മരിച്ച ഉണ്ണികൃഷ്ണൻ. ഭാര്യ മരിച്ചതോടെ ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പമായിരുന്നു താമസം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹം വീട് വിട്ടിറങ്ങിയതാണ്. അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം നീന്തൽ വിദഗ്ധൻ നിഷാദ് വരവൂരും സ്കൂബ ടീം അംഗങ്ങളും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ദേശമംഗലം ചെങ്ങണാകുന്ന് തടയണയ്ക്ക് സമീപം 3-ാം ദിനം കണ്ടെത്താനായത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാജ്യത്ത് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം നടത്തി. പുതിയ നിയമം സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് SI DS ആനന്ദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭാരതീയ ന്യായ സംഹിത ഒരു നിയമം വരുന്നുണ്ട്. CRPC നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ അത് CRPCയിലാണ് പറഞ്ഞിരുന്നത്. CRPCക്ക് പകരം BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അങ്ങനൊരു നിയമം വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ തെളിവ് നിയമം, നമ്മൾ തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് കൊടുക്കുന്ന, കോടതി നടപടികൾ പൂർത്തിയാക്കിയിരുന്നതുമായ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം BSA, ഭാരതീയ സാക്ഷ്യ അധിനിയമം. അങ്ങനെ ഈ 3 നിയമങ്ങളാണ് പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്നത്. ഈ 1860 എഴുതിയിരുന്നത് കൊണ്ട് തന്നെ കുറേ പോരായ്മ, ഇപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള കുറേ പോരായ്മകളും ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾക്കും അറിയാം അല്ലേ, പല നിയമങ്ങളും പോരാ, അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് നമ്മളെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. SIമാരായ വിനു, സുഭാഷ്, SPO ബേബി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി. ഒറീസയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പോക്സോ കേസിലെ പ്രതിയെ പിടികൂടിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അംഗങ്ങൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ SN കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി 4 വർഷ ബിരുദ കോഴ്സിന്റെ കോളേജ് തല ഉദ്ഘാടനം സെമിനാർ ഹാളിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. ഇത് ആദ്യത്തെ വർഷം എടുക്കുന്നവർക്ക്, 1 വർഷം കോഴ്സ് കഴിഞ്ഞാൽ നിർത്തുന്നവർക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കേരളത്തിലില്ല, പക്ഷെ കേരളത്തിന് പുറത്ത് 1 വർഷം കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് നിർത്തിയാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 വർഷമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പഠിക്കുന്നത്. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് എൽവിൻ പോൾ കോണാട്ട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PV തുളസി സ്വാഗതം പറഞ്ഞു. കഥകളി ആചാര്യൻ ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. RDC കൺവീനർ CC ജയൻ, കൂനത്തറ GVHSS പ്രിൻസിപ്പാൾ C ജിനേഷ് കുമാർ, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി C മുകുന്ദൻ, SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ അധ്യാപിക കനകലത, PTA വൈസ് പ്രസിഡന്റ് നാരായണൻ, യൂണിയൻ പ്രതിനിധി C അഭിജിത്ത്, സുധീർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ K ശില്പ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ശ്രീനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ 4 വർഷ ബിരുദ പദ്ധതി തുടങ്ങി. കോളേജ് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
ഷീബ സുനിൽ നിർവഹിച്ചു. രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വരാൻ തന്നെയാണ്. തീർച്ചയായും ആ മുന്നേറ്റങ്ങൾ നിങ്ങൾ ഏവരും നല്ല രീതിയിൽ എത്താൻ സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് 12 മണിക്കാണ് നമ്മുടെ വിവിധ പ്രോഗ്രാമിന്റെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഒട്ടേറെ കുറേ നേരം വന്നിട്ട് എല്ലാ രക്ഷിതാക്കളും ഉണ്ട്. ചടങ്ങിൽ SNVM ട്രസ്റ്റ് കോളേജ് ചെയർമാൻ M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജിത് മുഖ്യാതിഥിയായിരുന്നു. മാനേജർ സുരേഷ് കളത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പാൾ P സുഷ വിഷയം അവതരിപ്പിച്ചു. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സിനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, കോങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ബിന്ദു, കേരളശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, രമാ മുരളി, ബ്ലോക്ക് മെമ്പർ B നന്ദിനി, BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ്, പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ, P നന്ദകുമാർ, P സജിത്, V ധന്യ, TC സുരേഷ് ബാബു, PK വേണുഗോപാൽ, മണ്ണൂർ പഞ്ചായത്ത് അംഗം CU സുജിത് കുമാർ, AB ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മണ്ണൂരിൽ SYS പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. 1 മൈൽ മദ്രസയിൽ നടന്ന കൺവെൻഷൻ ഞാറക്കോട് പള്ളി ഖത്തീബ് മുഹമ്മദ് സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്, ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒരു സംഘടനയുടെ കീഴിൽ 10 ആൾ വരുമ്പോൾ ആ 10 ആളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും ഒരു മഹത്വമുള്ളൊരു സംഗതി. ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സംഘടന ചെയ്യാൻ പറ്റും. അതാണ് സംഘടന കൊണ്ടുള്ളതായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ദീനീയ ആദത്തുകൾ, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ദീനീയ ചൈതന്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ നിലനിൽപ്പുകളും സാംസ്കാരികമായും മാനുഷികമായും എല്ലാം ജനങ്ങളെ ഊന്നിക്കൊണ്ടുവരിക. പ്രസിഡന്റ് മുത്തലി മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി PM യൂസഫ് പത്രിപ്പാല പരിപാടി വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, സയ്യിദ് ഹാജി, റഫീഖ്, ഇസ്മായിൽ, ഷെരീഫ് കാഞ്ഞിരമ്പാറ, അജ്മൽ മുസലിയാർ, അബ്ബാസ് മുസലിയാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പള്ളികളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. ഓണത്തെ വരവേൽക്കാൻ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിച്ചിട്ടുള്ളത്. 25,000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കർഷക കൂട്ടായ്മകൾ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കൃഷി. ചെണ്ടുമല്ലി തൈകൾക്കൊപ്പം പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട്. ചെണ്ടുമല്ലിക്ക് പുറമെ പയർ, വെണ്ട, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുടെയും കൃഷി കുന്നപ്പള്ളി വാർഡിലെ കൃഷിയിടത്തിൽ ആരംഭിച്ചു. കൃഷിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അധ്യക്ഷത വഹിച്ചു. ഇത്തവണത്തെ ഓണവിപണി മേലൂർ ചെണ്ടുമല്ലിയും പച്ചക്കറികളും കൊണ്ട് കീഴടക്കാൻ ഒരുങ്ങിത്തന്നെയാണ് മേലൂർ പഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണയംകുളം പനയൂർ മിനിപ്പടി തനിമ കലാ കായിക സാംസ്കാരിക വേദി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ വിജയിച്ചവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വിദ്യാഭ്യാസ സെമിനാറും ഇതോടനുബന്ധിച്ച് നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം VT നളിനി അധ്യക്ഷത വഹിച്ചു. പനയൂർ TMUP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായി വിരമിച്ച MP രമയെ ആദരിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സാധ്യതകളും എന്ന വിഷയം ഷാഹിർ ചില്ലിടത്ത് അവതരിപ്പിച്ചു. തനിമ പ്രസിഡന്റ് V ബാബുരാജ്, സെക്രട്ടറി KB അഭിജിത്ത്, O മധുസൂദനൻ, VR സുമിൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര നന്ദഗോകുലം കൂട്ടായ്മ 2ാം വാർഷികം ആഘോഷിച്ചു. ഭാഗവതാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളിലും മറ്റു വേദികളിലും സൗജന്യമായി ലളിതാ സഹസ്രനാമവും മറ്റ് ഭക്തിഗാനങ്ങളും ആലപിക്കുന്ന കൂട്ടായ്മയാണ് നന്ദഗോകുലം. മുള്ളൂർക്കര പഞ്ചായത്തിലെ 4ാം വാർഡിലായിരുന്നു കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷം. ഭാഗവതാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഈ ബ്രഹ്മാണ്ഡം, ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെയാണ്. ആനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്ന നിർഗുണ ഭാവത്തിലുള്ള പൂജയാണ് ശിവലിംഗത്തിൽ.
മാത്രമല്ല എത്രയോ ന്യൂക്ലിയർ റിയാക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ മുഴുവൻ ശിവലിംഗത്തിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു ഷേപ്പാണ് ശിവലിംഗം എന്നുള്ളത്. അതുകൊണ്ടാണ് ശിവലിംഗ ആകൃതിയിൽ നിർഗുണ നിരാകാരമായിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഋഷിമാർ അങ്ങനെ ഒരു രൂപത്തെ തെരഞ്ഞെടുത്തത് എന്ന് പറയുണ്ടായി. നന്ദഗോകുലം കൂട്ടായ്മ പ്രസിഡന്റ് സന്ധ്യ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഇരുന്നലങ്കോട് ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകഥാകൃത്ത് കുമ്പളങ്ങാട് ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് മായാദാസ്, അശോകൻ, രാമചന്ദ്രൻ, ദേവിയമ്മ എന്നിവർ സംസാരിച്ചു. പുഷ്പ രാമചന്ദ്രൻ സ്വാഗതവും സുമതി ഗിരിജൻ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ സ്ഥാനങ്ങൾ വഹിച്ച വയോധികരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ കെ കരുണാകരൻ സാംസ്കാരിക നിലയം വായനശാലയിൽ വായനാ പക്ഷാചരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതി കൺവീനർ NS ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും വലിയ കുഴപ്പമില്ലാതെ ഫുൾ A+ കിട്ടിയവരുണ്ട്, അല്ലെങ്കിൽ A+ കുറഞ്ഞവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ പുസ്തകത്തിനപ്പുറത്തേക്ക് എത്ര വായിച്ചു എന്നത് കൂടി നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലത്ത് പരിഗണിക്കുന്നത്. കാരണം നിങ്ങൾ വിഷയം പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ലോകത്തെ അറിയുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജീവിതങ്ങളെ അറിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നാണ്. കാരണം നമ്മൾ വായിക്കുക എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ വായിക്കുന്നു, ഒരു പുസ്തകം വായിക്കുന്നു, ഒരു കഥ വായിക്കുന്നു, ഒരു നോവൽ വായിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ വെറുതെ സമയങ്ങളിലാണോ? ചടങ്ങിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ SSLC+2 ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് M സുരേഷ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം V രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അസോസിയേഷന്റെ പെൻഷൻ പരിഷ്കരണ ദിനാചരണം. നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗവും. ചെർപ്പളശ്ശേരിയിൽ പാതയോരത്ത് വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി. 60 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെർപ്പളശ്ശേരി പാലക്കാട് റോഡിലെ മില്ലുംപടിയിൽ. നഗരപ്രദേശത്ത് സമീപ ദിവസങ്ങളിലായി കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് രണ്ടാം തവണ. മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ സൂചനയെന്ന് എക്സൈസ്. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ദേശമംഗലം ചെങ്ങണാങ്കുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. റിട്ടയർഡ് BSNL ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെ മരണശേഷം താമസിച്ചിരുന്നത് ആറങ്ങോട്ടുകരയിലെ മകൾക്കൊപ്പം. ഓണം കളറാക്കാൻ ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ ഒരുക്കി തൃശൂർ മേലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൂകൃഷിക്ക് തുടക്കം. 1,00,000 ലക്ഷം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ നട്ടു. പൂകൃഷിക്കൊപ്പം പച്ചക്കറി കൃഷി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.